ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയാലോ. വളരെ ടേസ്റ്റി ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഹെൽത്തിയുമാണ് കേട്ടോ. നമ്മൾ പയറാണ് വറുത്ത് പൊടിച്ച് ബീറ്റ്റൂട്ട് തോരനിൽ നമ്മൾ ചേർക്കാൻ പോണത്. അത് എങ്ങനെയാണ് ഈ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആദ്യം ഒരു ബീറ്റ്റൂട്ട് നല്ല കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വയ്ക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള തേങ്ങ, 1 കപ്പ് പയർ. ഇതാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് പയർ വറുത്ത് പൊടിച്ചാണ് നമുക്ക് എടുക്കേണ്ടത്. പയറിൻ്റെ പൊടിയാണ് നമുക്കിവിടെ ഉപയോഗിക്കുന്നത്. ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചൂടായതിന് ശേഷം 1 ഡ്രോപ്പ് എണ്ണ ഒഴിച്ച് ഈ പയർ നമുക്ക് നല്ല വൃത്തിയായിട്ട് വറുക്കണം. അത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം, പൗഡറാക്കി എടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. ഇതിലേക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. 1/4 ടീസ്പൂൺ കടുകിടണം. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉഴുന്ന് കൂടെ നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് മൂത്തോട്ടെ. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടെ നമുക്ക് ചേർക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഒത്തിരി ഫ്ലെയിം കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. കറിവേപ്പില കൂടെ നമുക്ക് ചേർക്കണം. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റണം. ഇനി ഫ്ലെയിം നമുക്ക് സ്ലോ ആക്കണം. സ്ലോ ഫ്ലെയിമിലാണ് ഇനി നമുക്ക് ഈ തോരൻ ഉണ്ടാക്കേണ്ടത്. വെള്ളമൊന്നും ചേർക്കണ്ട. അടപ്പ് വെച്ച് അടയ്ക്കണം. അടച്ച് നമുക്കൊരു 3 മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ട് നമുക്ക് വേകട്ടെ. അത് കഴിയുമ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ പിന്നെയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളത്തിൻ്റെ അംശം മുഴുവനും മാറി നല്ല ഡ്രൈ ആകണം കേട്ടോ തോരൻ. അതുവരെ നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ബീറ്റ്റൂട്ടും ഉള്ളിയും കൂടെ ചേർന്ന് നന്നായിട്ട് നമുക്ക് വെന്ത് വരണം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടെ ചേർക്കണം. നന്നായിട്ട് ബീറ്റ്റൂട്ട് വെന്ത് ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 4 ടീസ്പൂൺ പയർ പൊടി കൂടെ നമുക്ക് ചേർക്കാം. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ പയർ പൊടി കൂടെ ചേർത്ത് തോരൻ നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല ഡ്രൈ ആകണം, എന്നാലേ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇത് അടിപൊളി തോരനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വളരെ ഹെൽത്തിയാണ്. നിങ്ങളും ഇതുപോലെ ഈ തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.